ഹലോ, ഇന്ന് ചെയ്യുന്നത് നമ്മുടെ വെൽവെറ്റിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന 3 DIY വർക്കാണ്. അപ്പോൾ ഇത് ഫസ്റ്റിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നത് ഒരു സ്റ്റാർ പില്ലോ ആണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ സ്റ്റാറും ക്ലൗഡ് അതുപോലെ തന്നെ മൂൺ പില്ലോസൊക്കെ ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ള ഒരു ടൈമാണ്. അപ്പോൾ ഇത് മോൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കുഞ്ഞു സൈസിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ന്യൂസ് പേപ്പറിൻ്റെ കട്ടിങ് വെച്ചിട്ടാണ് നമ്മൾ ക്ലോത്തിൽ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് വിഡ്ത്തിൻ്റെ മെഷർമെൻറ്റ് 22 ആണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ലെങ്ത്ത് 18 ഇഞ്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും ഞാൻ ഈ ഒരു ന്യൂസ് പേപ്പറിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വിഡ്ത്ത് വന്നിട്ട് ഇതാ 22 വെച്ച് ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ലെങ്ത്ത് വന്നിട്ട് 18 ഇഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ന്യൂസ് പേപ്പറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 22/18 ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ലെങ്ത്ത് വൈസ് ഇപ്പോൾ ഉള്ളതിൻ്റെ മെഷർമെൻറ്റ് വെച്ചിട്ട് ഹാഫായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് ഹാഫായിട്ട് തന്നെയാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 22 വിഡ്ത്തിലാണ് നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 11 ഇഞ്ച് വൺ സൈഡ് 11 ഇഞ്ച് വരുന്ന രീതിയിൽ ഇത് കിട്ടുന്നതാണ്. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് എല്ലാ സൈഡും കറക്റ്റ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഒരു ഹാഫ് ഫോൾഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി വന്നിട്ട് ഇതിൻ്റെ ലെങ്ത്ത് വൈസ് ഇതിൻ്റെ ഹാഫ് വന്നിട്ട് എത്രയാണോ അതൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ ഇങ്ങനെയും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു ലെങ്ത്ത് വൈസ് ഹാഫ് പോർഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഹാഫ് സൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവിടെ ഒരു ചെറിയ മാർക്കിങ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിൻറ്റിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് മേലോട്ട് ഒന്നും കൂടെ ഒരു ചെറിയ മാർക്ക്, ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാഫ് വെച്ചിട്ടുള്ള മാർക്കിംഗ് ചെയ്തിട്ടുള്ളത്. തൊട്ട് മേലെ ഉള്ളത് ഒരു എക്സ്ട്രാ 5 ഇഞ്ച് വെച്ചിട്ടുള്ളൊരു മാർക്കിംഗ് ആണ്. ഇനി ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഭാഗമല്ലേ, അതിൻ്റെ കോർണർ നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു 1/2 ഇഞ്ചിലേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്, വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള പാർട്ടിലെ ആ ഒരു കോർണർ നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുള്ള 1/2 ഇഞ്ചിലേക്ക് ഒന്ന് പോയിൻ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള പോർഷന് പിന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ ഈ ഒരു ജസ്റ്റ് ഇപ്പോൾ ഫോൾഡ് ചെയ്യുന്ന ഈ ഒരു പോർഷനും നമ്മൾ നേരത്തെ വെച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു ഷീറ്റും സെയിം ഈക്വൽ പാർട്ടാക്കിയിട്ട് കിട്ടുന്നതാണ് കേട്ടോ, ഈക്വൽ മെഷർമെൻറ്റിൽ കിട്ടുന്നതാണ്. അപ്പോൾ എനിക്കൊരു കുഞ്ഞു പില്ലോ മതിയായതുകൊണ്ടാണ് ഈ ഒരു മെഷർമെൻറ്റ് എടുത്തിട്ടുള്ളത്. കുറച്ചുകൂടെ വലിയ പില്ലോസൊക്കെയാണ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള സൈസൊക്കെ കൂട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ചെയ്യുന്നത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തിരിച്ച് പിടിച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കറക്റ്റ് ആ ഒരു സൈസിൽ കിട്ടുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു എഡ്ജ് മാത്രം പിടിച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് കാണാം ഓരോ ലെയറും കറക്റ്റ് സൈസിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സൈസൊക്കെ ഡിസൈഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുള്ള ട്രയാങ്കിൾസിന് ഒരു ഓപ്പൺ സൈഡും ക്ലോസ്ഡ് സൈഡും ഉണ്ട്. അപ്പോൾ ഞാൻ ക്ലോസ്ഡ് സൈഡ് ഫേസ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി ഓപ്പൺ സൈഡിൽ നിന്ന് ആ ഒരു എൻഡിലെ ആ ഒരു എൻഡും ഈ ഒരു കോർണറും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ, ആ ഒരു മെഷർമെൻറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് എത്രയാണ് പില്ലോസിന് വേണ്ടതെന്നുള്ളതൊക്കെ ഇതിന്ന് എടുക്കാവുന്നതാണ്. എനിക്കിപ്പോൾ ഇത് ഫുള്ള് ലെങ്ത്ത് വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു ഫുൾ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി വന്നിട്ട് നമ്മുടെ ആ ഒരു സ്റ്റാറിൻ്റെ മാർക്കിംഗ് ഇല്ല, സ്റ്റാറിൻ്റെ ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് ഒരു സ്ലാൻഡിങ് ലൈനും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള കോർണർ ആ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു സ്ലാൻഡിങ് ലൈന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 5 ഇഞ്ചോളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു സ്റ്റാറിൻ്റെ കാലൊക്കെ കുറച്ച് വിഡ്ത്തിൽ ലെങ്ത്തിൽ കിടന്നാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ വൈഡാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഡീപ്പായിട്ടുള്ള കാലൊക്കെയാണ് ആ ഒരു സ്റ്റാറിന് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് സ്ലാൻഡിങ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്താൽ തന്നെ മതിയാവും. അതിപ്പോൾ ഫുൾ ഫോൾഡിംഗ് ഒക്കെ നിവർത്തിയെടുത്തപ്പോൾ ഇതുപോലെ നല്ല സ്റ്റാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമ്മളെടുത്തിട്ടുള്ള വെൽവെറ്റ് ക്ലോത്തിലേക്ക് ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഇതാ നമ്മൾ മെഷർ ചെയ്ത് കട്ട് ചെയ്തെടുത്തുള്ള പേപ്പർ വെച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ക്ലോത്തിലേക്ക് കട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് ക്ലോത്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളും ഈസി ആയിട്ടുള്ളൊരു ക്ലോത്താണ് വെൽവെറ്റ് ക്ലോത്ത്. നല്ല കുറച്ച് സ്മൂത്ത് കാര്യങ്ങളൊക്കെ ഉള്ളൊരു ക്ലോത്താണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ വെൽവെറ്റിൻ്റെ ക്ലോത്താണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലോത്തൊക്കെ എടുക്കാവുന്നതാണ്. സാറ്റിൻ ക്ലോത്തും കോട്ടൺ ക്ലോത്തൊക്കെ എടുക്കാവുന്നതാണ് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാൻ എൻ്റെ ഈ ഒരു ക്ലോത്തിലേക്ക് വെച്ചിട്ട് ഫുൾ മെഷർമെൻറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് സ്റ്റിച്ചിങ് ആണ് കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു 1/4 ഇഞ്ച് എല്ലാ സൈഡിൽ നിന്നും ലീവ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതാ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഏകദേശം ഈ ഒരു വിഡ്ത്ത് ലീവ് ചെയ്തിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതാ ഒരു 3 ഇഞ്ചോളം ഞാൻ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ലീവ് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മളിതിലേക്ക് ഫില്ല് ചെയ്യാനുള്ള ഫൈബറൊക്കെ ഫില്ല് ചെയ്യാനുള്ളൊരു ഗ്യാപ്പാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നമ്മൾ ലീവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കോർണർ സൈഡൊന്നും ലീവ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കോർണർ സൈഡ് നമ്മൾ കറക്റ്റ് ഈ ഒരു മെഷീൻ സ്റ്റിച്ചിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഫിനിഷിങ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അല്ലാതെയുള്ള ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ട് സ്ട്രെയിറ്റ് വരുന്ന ഒരു പോർഷൻ സെലക്ട് ചെയ്തിട്ട് ഒരു 3 to 4 ഇഞ്ചൊക്കെ ലീവ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഇതാ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു 3 ഇഞ്ച് ഒഴിച്ച് ബാക്കി സൈഡ്സും കോർണേഴ്സ് എല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതുപോലെ കോർണറൊക്കെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ട് കോർണർ എത്തിയതിന് ശേഷം ഫുട്ടൊക്കെ അതുപോലെ റൈസ് ചെയ്തിട്ട് വേണം ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു നീഡിൽ പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് റൈസ് ചെയ്തിട്ട് ടേൺ ചെയ്തതിന് ശേഷം വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതാ നമ്മൾ ഫുള്ള് ആ ഒരു 3 ഇഞ്ച് മാത്രം ലീവ് ചെയ്തിട്ട് ബാക്കി എല്ലാ സൈഡ്സും കോർണേഴ്സും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ടേൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇനി ഇങ്ങനെ തന്നെ ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കോർണറൊന്നും ഫിനിഷിങ്ങിൽ കിട്ടുന്നതല്ല കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഈ ഒരു കോർണർ വരുന്ന ഭാഗത്തെല്ലാം ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വി ഷേപ്പിൽ ആ ഒരു ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റുക. ഞാനിപ്പോൾ ഇവിടെ ചെറിയ കട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമാണെങ്കിൽ കുറച്ച് കട്ടിയുള്ള ക്ലോത്തൊക്കെ ആണെങ്കിൽ ഒരു വി ഷേപ്പ് വെച്ചിട്ട് ആ ഒരു പീസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. സ്റ്റിച്ചിങ്ങിൽ കട്ടിങ് വരാതെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതാ ഞാൻ ഫുള്ള് കോർണേഴ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് നമ്മുടെ ആ ഒരു സ്റ്റാറിൻ്റെ എൻ പോർഷനില്ലേ, ആ ഒരു ലെഗ് വരുന്ന സൈഡിൽ എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വൈഡാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതാ ഞാൻ റോങ് സൈഡ് മാറ്റിയിട്ട് ഇതാ കറക്റ്റ് സൈഡ് ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമുക്ക് കറക്റ്റ് സ്റ്റാറിൻ്റെ ഷേപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ഇങ്ങനെയുള്ള ഫൈബേഴ്സൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ക്ലോത്തൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ക്ലോത്തിൻ്റെ ചെറിയ കട്ട് പീസൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. പക്ഷേ നമുക്ക് വാഷ് ചെയ്യാനൊക്കെ എളുപ്പം ഇതുപോലെയുള്ള ഫൈബറൊക്കെയാണ്. അപ്പോൾ നമുക്ക് ക്ലോത്തൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ഹെവി ആയിരിക്കും, വാഷ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് രാവിലത്തെ അത്താഴമൊക്കെ കഴിഞ്ഞിട്ടുള്ള ടൈമാണ്. ഓഫീസിലേക്കൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ചെയ്യുന്നതാണ്. അപ്പം അവർക്കും കൂടെ ഇൻട്രസ്റ്റ് ആയിട്ട് രണ്ടുപേരും കൂടെ ഇരുന്നിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാ ലാസ്റ്റ് പോർഷൻ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ്. ഇതും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഹാൻഡ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. ആ ഒരു ലീവ് ചെയ്തിട്ടുള്ള 3 ഇഞ്ച് ഭാഗം. ഇനി ഇതാ ഞാനൊരു സൂചി നൂലും വെച്ചിട്ടൊരു നോട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സിംഗിൾ ത്രെഡ് വെച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പ്രസ് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ചെറിയൊരു പ്ലീറ്റ്സ് ആഡ് ചെയ്യുന്നതാണ് ഈ ഒരു പില്ലോയിലേക്ക്. അപ്പോൾ കുറച്ചും കൂടെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇത് ഓപ്ഷണലാണ് കേട്ടോ, ഇത് ചെയ്തില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഒന്നും കൂടെ ഭംഗിയാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ബീഡ്സോ കട്ട് ബീഡ്സൊക്കെ വെച്ചിട്ട് ആ ഒരു സെൻറ്റർ പോർഷൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. നല്ല ഭംഗിയുണ്ടാവും. ഇതുപോലുള്ള ബീഡ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. സ്റ്റിക്ക് ചെയ്തെടുത്താലോ അല്ലെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതിയാകും. അപ്പോൾ അതാ ഞാൻ ജസ്റ്റ് വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ, സ്റ്റിച്ച് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതും ഓപ്ഷണലാണ്, ഇങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട്. ഇനി നമ്മുടെ ആ ഒരു ഓപ്പൺ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അല്ലെങ്കിൽ സ്റ്റിക്ക് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പില്ലോ റെഡി ആയിട്ടുണ്ട്. സ്റ്റാർ പില്ലോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഈ ഒരു മെഷർമെൻറ്റാണ് കട്ട് ചെയ്തെടുക്കൽ. അപ്പോൾ നമ്മളിതുപോലെ ന്യൂസ് പേപ്പേഴ്സിലോ അല്ലെങ്കിൽ കാർഡ് ബോർഡിലൊക്കെ വരച്ച് കട്ട് ചെയ്തെടുത്താലും മതിയാവും. അങ്ങനെ കട്ട് ചെയ്തിട്ട് കറക്റ്റ് ക്ലോത്തിലേക്ക് വെച്ച് കട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുണ്ടാവുക. അപ്പോൾ അതാ നമ്മുടെ ഫസ്റ്റ് DIY എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റാർ പില്ലോ ആണ്. ഇനി നമുക്ക് വെൽവെറ്റിൻ്റെ ക്ലോത്തൊക്കെ വെച്ചിട്ട് ട്രെൻഡി ആയിട്ടുള്ള, ഇപ്പോൾ ഇൻസ്റ്റ തുറന്നാൽ തന്നെ കാണാം നമുക്ക് പ്രെയർ മാറ്റ് അതുപോലെ ഖുർആൻ കവേഴ്സൊക്കെ ഈ ഒരു ക്ലോത്തൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഇത് ചെയ്തെടുക്കണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതാണ് നമ്മളിനി സെക്കൻഡ് ആൻഡ് തേർഡ് DIY ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റാർ പില്ലോ കറക്റ്റ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഒരു മീഡിയം ഷെയ്ഡിൽ വരുന്ന പിങ്കാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു വീഡിയോ ഉള്ളത് റെഡ് ആയിട്ടാണ് കാണുന്നത്, അപ്പോൾ റെഡ് അല്ല കേട്ടോ, കറക്റ്റ് പിങ്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇതും നല്ലൊരു ഗ്രേ ആണ്. അപ്പോൾ ഇതിൽ കുറച്ചൊരു മങ്ങിയിട്ടുള്ളൊരു ഗ്രേ ആയിട്ടാണ് തോന്നുന്നത്. ഒരു നല്ലൊരു ഗ്രേ ഷെയ്ഡാണ് ഇതും വന്നിട്ടുള്ളത്. അപ്പോൾ അതാ ഞാൻ 1 മീറ്റർ ഫാബ്രിക് ഈ ഒരു ഗ്രേയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അതിനേക്കാളും കുറച്ചും കൂടെ ഒരു ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതും നല്ല ഭംഗിയുണ്ട്, കുറച്ചും കൂടെ ഒരു തിക്കാണ് കേട്ടോ. അത് പ്രൈസ് ഡിഫറൻസ് ഉണ്ട്, എന്നാലും എനിക്ക് ആ ഒരു ഇത് ഫ്ലോയി ആണ് കുറച്ചും കൂടെ, അതിനേക്കാളും കുറച്ച് ഫ്ലോയി ആണ്. പില്ലോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത് തന്നെയാണ് കേട്ടോ നല്ലത്. അപ്പോൾ അതാ ഞാൻ ഈ ഒരു ക്ലോത്താണ് മാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി വന്നിട്ട് നമ്മുടെ സാധാരണ കയ്യിലുള്ള മാറ്റിൻ്റെ സൈസ് ഒന്ന് ഞാൻ മെഷർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നിട്ട് നമുക്ക് 27 വിഡ്ത്തും അതുപോലെ 43 ലെങ്ത്തും ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കറക്റ്റ് സൈസ് ഞാനിവിടെ ഒന്ന് മെഷർ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ലെങ്ത്ത് നമുക്ക് കട്ട് ചെയ്യാനൊന്നുമില്ല, അങ്ങനെ സൈഡ് ഫോൾഡ് ചെയ്യുമ്പോൾ തന്നെ മെഷർ കറക്റ്റ് ആവുന്നതാണ്. ഇനി വിഡ്ത്ത് വന്നിട്ട് നമ്മൾ 27 വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറക്റ്റ് മാറ്റിൽ വന്നിട്ടുള്ളത് 27 റെഡി സ്റ്റിച്ചാണ്. അപ്പോൾ ഇതിലേക്ക് എനിക്ക് അത്രയും വിഡ്ത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ 27 കട്ട് ചെയ്തിട്ട് പിന്നെ അത് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതാ ഞാൻ 27 വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി രണ്ട് സൈഡും ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ ലോക്കൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ രണ്ട് സൈഡും ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു മാറ്റ് വന്നിട്ട് കറക്റ്റ് നമ്മുടെ ആ ഒരു പ്രെയർ മാറ്റിൻ്റെ മെറ്റീരിയൽ അല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് തിക്നെസ്സിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു ലൈനിങ്ങും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കറക്റ്റ് മാറ്റ് എടുക്കുകയാണെങ്കിൽ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് സൈഡൊക്കെ ഒന്ന് ലോക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട ലൈസ് കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തെടുത്താൽ തന്നെ മതിയാവും. ഞാനിപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും ഒന്ന് 1/4 ഇഞ്ച് വെച്ചിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു ചെറിയ ലൈനിങ്ങും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിത് അധികം തിക്നെസ് ഇല്ലാതെ കുറച്ചൊന്ന് ലൈറ്റ് വെയ്റ്റിൽ തന്നെയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു സിംഗിളായിട്ട് ഒരു ചെറിയ രീതിയിലുള്ളൊരു തിക്നെസ്സുള്ള ലൈനിങ്ങാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്കൊരു പ്രയർ മാറ്റൊക്കെ മീറ്ററിന് 400 സംതിങ് വെച്ചിട്ടൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതിയാവും. ഞാനിപ്പോൾ ഒരു മാച്ചിങ് ത്രെഡ് കൂടെ എടുത്തിട്ടുണ്ട്. ഇനി സൈഡൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു സോഫ്റ്റ് ക്ലോത്ത് വെച്ചിട്ട് ലൈനിങ് ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം സൈഡ് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടാണ് ചെയ്തെടുത്തുള്ളത്. ഇനി വന്നിട്ട് ഈ ഒരു സെൻറ്റർ പോയിൻ്റ് അല്ലേ അവിടെ വെച്ചിട്ട് ഇതുപോലെ ഒരു മിനാറിൻ്റെയൊക്കെ ഒരു ഷേപ്പ് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അത് ഞാൻ സെയിം ത്രെഡ് വെച്ചിട്ട് അതിലൊരു റണ്ണും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മൾട്ടി കളറിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാനൊരു 3 ഇഞ്ച് രണ്ട് സൈഡിൽ നിന്നും വിട്ടിട്ട് ആ ഒരു വിട്ട് വെച്ചിട്ട് ഫുള്ള് ആ ഒരു സ്റ്റിച്ച് ബോട്ടം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. വേറെ ഒന്നും ഇതിൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇതുപോലെ സെൻറ്റർ പോർഷനിലൊക്കെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള ലൈനിങ്ങൊക്കെ ഒന്ന് അറ്റാച്ച്ഡായി കിട്ടാനും ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ഞാൻ സെയിം ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് ജസ്റ്റ് ഒരു സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ലേസൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രയർ മാറ്റിൻ്റെ രണ്ട് സൈഡ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സെൻറ്ററിൽ സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ട്. ഇനി വന്നിട്ട് ടോപ്പ് ആൻഡ് ബോട്ടം ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു ലേസാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ലേസ് നല്ലൊരു എലഗൻ ലുക്ക് കിട്ടുന്നതാണ് കേട്ടോ. പ്രയർ മാറ്റിനൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഈ ഒരു ലേസ് ടോപ്പ് ആൻഡ് ബോട്ടം അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് ബാക്ക് സൈഡിലേക്ക് ഫോൾഡ് ചെയ്തിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു എൻഡൊക്കെ നല്ല രീതിയിൽ ഫിനിഷായി കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് നമുക്ക് ഓൾറെഡി ഫിനിഷ്ഡ് എൻഡാണ് ഇതിൻ്റെത്. അപ്പോൾ അത് ലോക്ക് ചെയ്യാതെ തന്നെ നമുക്കതിലേക്ക് ഡയറക്റ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ടോപ്പ് ആൻഡ് ബോട്ടം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ പ്രയർ മാറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മെഷീൻസിലൊക്കെ സൈഡൊക്കെ ലോക്ക് ചെയ്യാൻ പറ്റാത്തതൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല ഫിനിഷിങ്ങിൽ എൻഡും കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ അതും നമുക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് DIY ഇതുപോലെയുള്ള നമ്മുടെ ഖുർആൻ ഇതൊക്കെ ചട്ടയൊക്കെ എങ്ങനെ നമുക്ക് നീറ്റായിട്ട് ആ ഒരു ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആണല്ലേ, നമുക്ക് മാച്ചിങ് പ്രയർ മാറ്റ് അതുപോലെയുള്ള ഖുർആൻ കാര്യങ്ങളൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നൊരു ഐറ്റം കൂടിയിട്ടാണത്. അപ്പോൾ അതല്ലാണ്ട് നമ്മുടെ കയ്യിലുള്ള പഴയ ഖുർആൻ കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു സ്റ്റിക്ക് ചെയ്തിട്ടുള്ള കവറിൻ്റെ സൈഡിലുള്ള ഫസ്റ്റ് ആ ഒരു പേജില്ലേ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു ചട്ട മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ക്ലോത്തിലേക്ക് ചട്ട വെച്ച് കൊടുത്തിട്ട് ഒരു 1.5 അല്ലെങ്കിൽ മാക്സിമം ഒരു 2 ഇഞ്ച് വിട്ട് എല്ലാ സൈഡിൽ നിന്നും ഫുള്ള് സൈഡിൽ നിന്നും 4 സൈഡിൽ നിന്നും ലീവ് ചെയ്യുന്ന രീതിയിലൊന്ന് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സാധാരണ ബുക്കൊക്കെ കവർ ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ തിക്നെസ്സുള്ള ക്ലോത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു കോർണറൊക്കെ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു എക്സ്ട്രാ തിക്നെസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഹോട്ട് ഗ്ലൂ ആണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് 4 സൈഡും ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഫസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യുന്ന ഭാഗം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊന്ന് ശ്രദ്ധിച്ചിരുന്നപ്പം അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ജസ്റ്റ് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വന്നിട്ട് ഇനി ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫെവിക്കോളാണ് കേട്ടോ. ഉള്ളിൽ നമ്മുടെ പേജൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഫെവിക്കോളാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മുസാഫ് നമ്മുടെ ഖുർആൻ വെച്ചിട്ട് അതും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഖുർആൻ്റെ ചട്ടയൊക്കെ നീറ്റ്ലി കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പ്രാക്ടീസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇതിനേക്കാളും നല്ല നീറ്റായിട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഈ ചട്ടയൊക്കെ റീപ്ലേസ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കവേഴ്സും പ്രയർ മാറ്റൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ആ ഒരു ക്ലോത്തൊക്കെ സെലക്ട് ചെയ്യുക, നമ്മുടെ ആ ഒരു ലേസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കുക. നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ആർക്കെങ്കിലൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ വെൽവെറ്റ് ക്ലോത്ത് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള 3 വർക്കാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തെടുത്തിട്ടുള്ള സ്റ്റാർ പില്ലോ പോലെ തന്നെ നമുക്ക് ക്ലൗഡിൻ്റെയും മൂണിൻ്റെയൊക്കെ പില്ലോസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഇനി ഈ ഒരു പ്രയർ മാറ്റും ഖുർആനും വന്നിട്ട് ഞാൻ മോക്കുള്ള ഗിഫ്റ്റാണ് കേട്ടോ, മൂത്ത മോക്കുള്ള ഗിഫ്റ്റായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ അത് അവൾ യൂസ് ചെയ്യുന്ന ഖുർആൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ചട്ട മാത്രം ഒന്ന് മാറ്റിയെടുത്തിട്ടുള്ളതാണത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തിട്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ DIYs ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് പോകാനും കൂടെ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.